അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ള രക്ഷിതാക്കളെ, പരിശുദ്ധമായ റമദാൻ വിട പറഞ്ഞു. നമ്മുടെ മദ്രസകൾ വീണ്ടും സജീവമാവുകയാണ്. മക്കളെ മദ്രസയിലേക്ക് അയക്കുമ്പോൾ നാം ഓരോരുത്തരും സന്തോഷത്തിലാണ്. നമ്മുടെ കൺമുന്നിൽ വളരുന്ന മക്കളുടെ ഭാവിയെക്കുറിച്ച് ഗൗരവകരമായ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വോയിസ് അയക്കുന്നത്. ഇത് കാതുകൊണ്ടല്ല കേൾക്കേണ്ടത്, ഹൃദയം കൊണ്ടാണ് കേൾക്കേണ്ടത് ഓരോരുത്തരും. നമ്മുടെ മദ്രസയിൽ +2 വരെ പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്നാൽ പലപ്പോഴും 7ാം ക്ലാസ്സും 10ാം ക്ലാസ്സും കഴിയുന്നതോടെ മദ്രസയുടെ പടിയിറങ്ങുന്ന ഒരു രീതി പൊതുവെ എല്ലാ മദ്രസകളിലെയും പോലെ നാം കണ്ടുവരുന്നുണ്ട്. ഇവിടെയും സ്കൂളിൽ പഠിക്കാൻ ഒരുപാടുണ്ട്, ട്യൂഷൻ തിരക്കാണ് എന്നൊക്കെയാണ് ഇതിനൊക്കെ നമ്മൾ പറയുന്ന ന്യായങ്ങളും. പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട ഉപ്പമാരെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. 8, 9, 10, +1, +2 എന്നീ ക്ലാസ്സുകളിലെ പ്രായം എന്ന് വെച്ചാൽ, അതായത് 13 മുതൽ 18 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സമയമാണ്. ശാരീരികമായും മാനസികമായും അവർ മാറുന്ന ഒരു സമയമാണ്. ലോകത്തെ ചതിക്കുഴികൾ തിരിച്ചറിയാതെ അവരെ വഴിതെറ്റാൻ സാധ്യതയുള്ള ഒരു പ്രായം കൂടിയാണ് ഈ ഒരു ടൈം. ആ പക്വതയുള്ള അല്ലെങ്കിൽ പക്വത വന്നുകൊണ്ടിരിക്കുന്ന പ്രായത്തില് അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാതെ ചെറിയ കുട്ടിക്കാലത്ത് പഠിച്ച 4 കാര്യങ്ങൾ കൊണ്ട് അവർ ഈ ദുനിയാവിനെ നേരിടണം എന്ന് പറയുന്നത് എത്ര വലിയ ക്രൂരതയാണ്. ചെറുപ്പത്തിൽ പഠിച്ച അലിഫുബാ കൊണ്ട് മാത്രം ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും ലഹരി മാഫിയകളും നമ്മുടെ മക്കളെ വലവീശി പിടിക്കാൻ കാത്തു നിൽക്കുമ്പോൾ അവർക്ക് നൽകാൻ കഴിയുന്ന ഏക സുരക്ഷാ കവചം എന്ന് പറയുന്നത് ഈ മദ്രസ വിദ്യാഭ്യാസമാണ്. പലപ്പോഴും നമ്മുടെ മക്കൾക്കല്ല മടുപ്പ്, മറിച്ച് രക്ഷിതാക്കളായ നമുക്കാണ്. രാവിലെ മദ്രസയിൽ മക്കളെ വിടാനുള്ള മടി കാരണമാണോ എന്നറിയില്ല. ഏതായാലും നാം അവരുടെ ആത്മീയ ജീവിതം നശിപ്പിക്കുകയാണ്. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ എൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ ഡോക്ടറാക്കി, എഞ്ചിനീയറാക്കി എന്ന് പറയുന്നതിനേക്കാൾ വലിയ കാര്യമാണ് അവനെ ഞാൻ നിന്റെ ദീന് പഠിപ്പിച്ചു എന്ന് പറയുന്നത്. എന്ന് വെച്ചാല് നമ്മുടെ മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കണ്ട എന്നല്ല, എത്രത്തോളം ഭൗതിക വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കാൻ കഴിയോ അത്രത്തോളം അവർക്ക് കൊടുക്കണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മക്കൾക്ക് സ്കൂളിൽ ട്യൂഷൻ ഉണ്ട്, 10ാം ക്ലാസ് സയൻസ് ഗ്രൂപ്പാണ്, അവന് സമയമില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഭൗതികമായ ഒരു ഉദ്യോഗത്തിന് വേണ്ടി 10ഉം 12ഉം മണിക്കൂർ നീക്കിവെക്കാനും മക്കളെ നിർബന്ധിക്കുന്ന നമ്മൾ അവരുടെ പരലോക വിജയത്തിനു വേണ്ടി 1 മണിക്കൂർ നീക്കിവെക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. 10ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റിൽ A+ കിട്ടിയ മകൻ അല്ലെങ്കിൽ മകള് നാളെ മദ്യപാനിയോ മയക്കുമരുന്നിന് അടിമയായോ മാറിയാൽ ആ മാർക്ക് ലിസ്റ്റ് കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണുള്ളത്? മാതാപിതാക്കളെ ബഹുമാനിക്കാനും അവർക്ക് വേണ്ടി ദുആ ചെയ്യാനും അറിയാത്ത മക്കളെ വളർത്തിയിട്ട് എന്ത് നേട്ടമാണ് നമുക്കുണ്ടാവുന്നത്? മക്കൾ ഡോക്ടറോ എഞ്ചിനീയറോ ആയി വലിയ നിലയിലെത്തിയേക്കാം, പക്ഷേ ദീന് കൃത്യമായി അറിയില്ലെങ്കിൽ, ഹലാലും ഹറാമും തിരിച്ചറിയാനും ശേഷിയില്ലെങ്കിൽ, മാതാപിതാക്കൾ മരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒന്ന് മയ്യത്ത് നിസ്കരിക്കാൻ പോലും അറിയാത്ത മക്കളായി അവർ മാറിയാൽ ആർക്കാണ് നഷ്ടമെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. അന്ന് നമ്മുടെ കണ്ണീരിന് മറുപടി ഉണ്ടാവില്ല. മക്കളെ ദീനിൽ നിന്ന് അകറ്റിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അള്ളാഹുവിന്റെ മുന്നിൽ നാളെ രക്ഷിതാക്കളായ നമ്മൾ ഓരോരുത്തരും ഏൽക്കേണ്ടി വരുമെന്നുള്ളത് നമ്മുടെ ഓർമ്മയിലുണ്ടാവണം. സ്കൂൾ പഠനത്തിനോടൊപ്പം തന്നെ മദ്രസ പഠനവും മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കണം. എൻ്റെ മകൻ അല്ലെങ്കിൽ മകള് +2 വരെ മദ്രസയിൽ പഠിച്ചു എന്ന അഭിമാനത്തോടു കൂടി പറയാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് അവർ പഠിക്കട്ടെ. അവർക്ക് പക്വത വരുമ്പോൾ അവർ കാര്യങ്ങൾ ഗൗരവത്തിൽ ഗ്രഹിക്കും, അത് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. ആ അറിവായിരിക്കും നാളെ നമ്മൾ ഖബറിലാകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.